ഇങ്ങനെയാണോ വെള്ളം വറ്റിക്കുന്നേ? എന്റെ പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി തന്നാലേ കുളത്തിലെ വെള്ളം വറ്റൂ. എടോ കളിതമാശ കള, ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതൊന്ന് സഹായിക്കണോ? പ്രശ്നങ്ങൾക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരടോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശനിയുടെ ദൃഷ്ടിയുള്ളതാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ശനി കുഴക്കല്ലേ. മോനെ തോമ, അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമ. വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരാ. വെള്ളം വെള്ളം. വെള്ളം തീർന്നു മുതലാളി. മധ്യേ കമലധളം. മുഖ മുഖ വെട്ടി പൊളിക്കാൻ പാര. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കൂടോ. സന്തുവേ, കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസമില്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങളിത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നിധിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം. എടുത്തു കൂടെ ചന്തുവേ. തോമ, ആഞ്ഞു വെട്ടിക്കോളൂ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്നാ നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോണം. പകുതി കള്ളം പറയില്ല മുതലാളി. കൂടിയ 3 അടി താഴ്ച. സൂര്യപ്രഭോ നിധി, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ നിധികുംഭം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമാ. എന്റെ ഈശോ. നിക്ക് നിക്ക്, വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ, എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ. പറഞ്ഞ വാക്ക് 3-1. എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. 3-1? അപ്പൊ പിന്നെ തോമായോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടവും ഓടിട്ട ഒരു വീടും കള്ള് ഷാപ്പിനടുത്ത്. പൊടിയകത്ത് ഒരെണ്ണത്തിന്റെ തല പുറത്ത് കണ്ടുപോലെ വിട്ട് ഞാൻ കൂടാനിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല. നോക്കി നിൽക്കാൻ വ്യക്തമാ. എന്താ കൂടെ അവിടെ വെട്ടിക്കോളൂ. സേതു, സേതു, എന്താ ഈ നേരത്തെ? നാളെ കാലത്തുള്ള ഫസ്റ്റ് ട്രെയിനിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്.
എന്താ പെട്ടെന്ന്? വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. ആ, ദാസേട്ടന്റെ കല്യാണം തീരുമാനിച്ചു. അമ്മയോട് പറയണം, ഒത്താൽ കൂട്ടിക്കൊണ്ട് പോരണം. പോകുന്നതിന് മുമ്പ് എന്തോ സേതുവിനെ കണ്ട് യാത്ര പറയണം തോന്നി. എന്ന് തിരിച്ചു വരും? കഴിയുന്നതും പെട്ടെന്ന്. വരാതെ പറ്റില്ലല്ലോ. അതെന്താ? ഈ പാതിരാക്കി ഇങ്ങനെ പറയേണ്ടതല്ല. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയട്ടെ. എന്ത്? എനിക്ക് സേതുവിനെ ഇഷ്ടമാണ്. വേഗം വിട്ടണോ ചന്തുവേ, നോക്കി നിൽക്കാതെ. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരും ഉറങ്ങിയില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നടുമുറ്റത്തെ കുളം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിക്കേ? അതിനർത്ഥം കണ്ട് നിധിയുണ്ട് പോലും. അതുകൊണ്ടാണ് അത്ര വീട് ഒഴിപ്പിച്ചത്. നിധിയോ? പണ്ട് ഗോപന്റെ കയ്യിൽ ഒരു ചെമ്പുതകട് കിട്ടിയില്ലേ, അതിൽ നിന്നാണ് അത്ര വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോ അതിനായിരുന്നല്ലേ സേതുവിന്റെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് ചെയ്യാൻ പറ്റും? കാശെന്ന് പറഞ്ഞാൽ അച്ഛന് വല്ലാത്തൊരു ആർത്തിയാ. നല്ലൊരു ഷോക്ക് കൊടുത്താലേ പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ദൈവമേ, കിഴക്ക് വെള്ളകേറി തുടങ്ങി. എടാ ചന്തുവേ, ആദ്യം പിടിച്ചാൽ എങ്ങനെയാ വേവുന്നത്? ഇരിക്കാമെങ്കിൽ പിന്നെ ഗണകോ. ഓ, മുക്കോൽ ശ്രീയങ്കുലം. അതായത് 3 കോലും 3 അങ്കുലവും. അതാണ് പ്രമാണപ്രകാരം കുഴിയുടെ അളവ്. ഇനി എത്ര ബാക്കിയുണ്ട്? കൂടിയ 3 അടി താഴ്ച, 2 അടി. കുംഭത്തിന്റെ മുഖഭാഗം കണ്ടു. മോനെ ചക്കരെ, കുടത്തിന് എന്ത് വലിപ്പം കാണൂടോ? കുഞ്ചരവസ്തകോ. മനസ്സിലാകുന്ന ഭാഷ പറയടോ. അതായത് ഒരാനക്കുട്ടിയുടെ മസ്തകത്തിന്റെ താലയുടെ വലിപ്പം. അതാണ് ഒത്തല്ലോ. തോമ, ഇയാൾ എവിടുന്ന ഇത്ര കുടിച്ചു വന്നേ? എന്താടോ? പന്നി പട്ടയടിച്ച് ഔട്ടായി. കുരുത്ത ദോഷി, മാറ്റിയിടവനെ. ഇനി ഞാൻ കുടിക്കാം. വേണ്ട, മേലെ അനക്കണ്ട, ഞാൻ വെട്ടിക്കോളാം. പണ്ട് ഞാനും കുറെ കുഴി വെട്ടിയതാ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. മാറിനടല്ല. തുറക്ക് പിള്ളേച്ച, ഞാൻ തുറന്നോളാം. എന്റെ കൂടെ ഞാൻ തുറന്നോളാം. കണ്ണിക്കാരിക്കണം. എന്റെ പുറകെ വന്നോ വെട്ടും ഞാൻ. മാറിക്ക് പോയിക്കോ. മര്യാദ ചെയ്യണടാ. തെണ്ടി നിക്കടാ. എല്ലാത്തിനും പൊട്ടി ഞാൻ പോവാനാ പറഞ്ഞത്. അയ്യോ, കള്ളക്കട നിക്കടാ. എടോ, താൻ
തന്നേക്കാൾ മുമ്പ് ഗണിക്കുന്നവനാണ് ഞാൻ. തന്റെ അപ്പൂപ്പന്റെ ബുദ്ധിയല്ല എന്റെ അപ്പൂപ്പന്റെ ബുദ്ധി. താൻ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിനാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. കുത്തി കൊടലെടുക്കും ഇടാതെ. ഞാൻ നോക്കട്ടെ. പണിക്കരെ, ക്ഷമിക്കണം പണിക്കരെ, കാര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോളാം. ആരും കൂടണ്ട. ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അറിയാതെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളോ? ആരായി ഞങ്ങള്? ആ നമ്മളെ അതങ്ങ് മനസ്സ് വെച്ചേക്കളാ. തനിക്ക് കാര്യസ്ഥം പടിയും കൊനഷ്ട ബുദ്ധിയും തന്നെയാ നല്ലത്. ഏതായാലും താങ്ക് യു വെരി മച്ച്. വരട്ടെ. അയ്യോ കളിതമാശ പറയല്ലേ പിള്ളേരെ. കളിതമാശ ഒന്നുമല്ല. ഞങ്ങൾ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കണ്ടെന്ന് തന്റെ ഇരവിപ്പുള്ളോട് പറഞ്ഞേരെ. എവിടെയെങ്കിലും കുറെ തെങ്ങും തോപ്പോ എസ്റ്റേറ്റോ വാങ്ങിച്ചിട്ട് ഞാൻ പെണ്ണി വയ്ക്കാൻ വരുമെന്ന് അയാളോട് പോയി പറഞ്ഞേക്ക്. ഞാനും പിടിക്കണ കളന്മാരെ ചത്താലും ഓടിക്കോ. ഞങ്ങളല്ല. പറയണോ? അയ്യോ അയ്യോ, പറയാ സാറേ, പറയാ സാറേ, പറയാ. ആ തൊണ്ടി കള്ളന്മാര് കൊണ്ടുപോയേ. എന്റെ നിധി കൊണ്ടുപോയേ. ആ കള്ള കണിയാനും കടിയൻ ചന്തു എന്റെ നിധി കൊണ്ടുപോയേ. അവരെന്റെ നിധി കൊണ്ടുപോയേ. എന്റെ നിധി. കൊടുത്താലും പോലീസിന് പിടുത്തം കൊടുക്കല്ലേ പണിക്കരെ. നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ യൂണിയൻ പോലും ഇല്ലാത്തത്. യൂണിയൻ ഉണ്ടാക്കണമെന്ന് അന്ന് ആരും കേട്ടില്ല. ഇപ്പൊ ഞാനിതാ കടന്നോടുന്നേ. അറിയാവോ?
വെട്ടി വെട്ടി വെട്ടി. ഇത് എന്റെ വകയാണ്, ഞാൻ തരില്ല. ഇത് എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. ഞാൻ തരില്ല, തരില്ല. എന്റെ നിധി ഭൂമിന്ന് കിട്ടുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതെന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതാണ് സാറേ അതിന്റെ ന്യായം. അയ്യോ മാറ് മാറ് മാറാൻ. ഒന്നും ചായ പെണ്ണ് കൊണ്ടുപോയി. ഇവിടെ കിട്ടി. പിള്ളേച്ച ആരാ? വീട് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ?